മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡീൽ ഉറപ്പിക്കാനാണ് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന കെ.സി. വേണുഗോപാലിന്റെ ആരോപണത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ. ആരോപണം തെളിയിക്കേണ്ടത് കെ.സി. വേണുഗോപാലാണ്. കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഡീൽ ഉറപ്പിക്കാനാണോ എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കെ.സി. വേണുഗോപാൽ. സ്വന്തം മുഖം നല്ലതല്ലാത്തതിന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിൽ ഇപ്പോഴുള്ള നേതാക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് കെ.സി. വേണുഗോപാൽ ചിന്തിക്കേണ്ടത്. പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കളുടെ 1% പോലും കഴിവുണ്ടായിട്ടല്ല കെ.സി. വേണുഗോപാൽ ആ സ്ഥാനത്തിരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള കെ.സി. വേണുഗോപാലിന്റെ പാർട്ടിയിൽ നിന്ന് പലരും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർഷിപ്പുമായി ചർച്ച നടത്തിക്കൊണ്ട് ബി.ജെ.പിയുടെ പല പൊസിഷനുകളിലേക്കും വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്തെങ്കിലും ഡീൽ ഉറപ്പിക്കാനാണോ? അല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ക്ഷയിക്കുകയും ആ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് അനുഭവമുള്ളവരും പരിണിതപ്രജ്ഞരും നല്ല കഴിവുള്ള ചെറുപ്പക്കാരുമൊക്കെ ആ പ്രസ്ഥാനത്തിൽ വളരെ ശോഭിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശോഭയെ തല്ലിക്കെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ വേണുഗോപാൽ ഇരുന്നതുകൊണ്ട് ഇന്ന് ആ പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ക്ഷതമുണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ആവശ്യമുള്ളവർക്ക് അംഗീകാരമൊക്കെ കൊടുത്ത് ഞാനും എൻ്റെ കെട്ടിയോളും എന്നുള്ള ആ തീരുമാനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു മഹാപ്രസ്ഥാനമാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഉള്ള നേതാക്കന്മാരെ എന്ന് കൈകാര്യം ചെയ്യണം നല്ല രീതിയിൽ എന്ന് ചിന്തിക്കാനാണ് വേണുഗോപാൽ സമയം മെനക്കെടുത്തേണ്ടത്. അല്ലാതെ ബി.ജെ.പിയെ ഒന്നും പാഠം പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വേണുഗോപാലിനെ ഞങ്ങൾ ആരും വലിയ ആളായിട്ട് കാണുന്നില്ല. ദേശീയ തലത്തിൽ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ 10% പോലും കഴിവുണ്ടായിട്ടല്ല വേണുഗോപാൽ എന്ന് പറയുന്ന ഈ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ പ്രസ്ഥാനത്തെ വളർത്താൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് ആവിഷ്കരിക്കാൻ വേണുഗോപാൽ മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ഇ.പി. ജയരാജൻ വിഷയത്തിലുള്ള തന്റെ വെളിപ്പെടുത്തലിൽ പ്രകാശ് ജാവദേക്കറിന് അതൃപ്തിയുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. താൻ പറഞ്ഞ കാര്യം തെറ്റായി മാറിയാലേ അത്തരം സാഹചര്യമുള്ളൂ. ഈ നിമിഷം വരെ അങ്ങനെ അനുഭവമില്ലെന്നും അവർ വ്യക്തമാക്കി. വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും ഇനി കനത്ത സുരക്ഷയിൽ സ്ട്രോങ് റൂമിൽ ഭദ്രം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും നാട്ടകത്തെ ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4-ന് ഇവ പുറത്തെടുക്കും. വെള്ളിയാഴ്ച പോളിംഗ് അവസാനിച്ച ശേഷം 7 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ സ്വീകരിച്ച യന്ത്രങ്ങൾ രാത്രി തന്നെ നാട്ടകം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരുന്നു. വരണാധികാരിയായ ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരിയുടെയും ഉപവരണാധികാരികളുടെയും നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലാക്കി പൂട്ടി മുദ്രവെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകൻ മൻവേഷ് സിംഗ് സിദ്ധുവും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. കനത്ത സുരക്ഷയിലാണ് ഇവിടെ വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും സൂക്ഷിച്ചിട്ടുള്ളത്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സായുധ പോലീസ് എന്നിവരുടെ ത്രിതല സുരക്ഷയിലാണ് സ്ട്രോങ് റൂം. കോളേജിന്റെ എല്ലാ ഭാഗങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നിരീക്ഷിക്കുന്നതിനായി കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നു. ഔദ്യോഗിക അനുമതിയുള്ളവരെ അല്ലാതെ ആരെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. ഇടതുപക്ഷം കേന്ദ്രത്തിലെത്തിയെങ്കിൽ മാത്രമേ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടൂ എന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ടീച്ചർ. ജനാധിപത്യ സംരക്ഷണത്തിനായി ഇടത് സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ദിനമായ വെള്ളിയാഴ്ച വെളിയനാട് പഞ്ചായത്തിലെ ബൂത്തുകൾ സന്ദർശിച്ച ശേഷം KCB ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു MV പ്രിയ ടീച്ചർ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നത് പ്രചാരണ വേളയിൽ തന്നെ തിരിച്ചറിഞ്ഞതാണെന്നും അവർ പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷ തോന്നി. കാരണം 2004 ആവർത്തിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷ നേതൃത്വം കേന്ദ്രത്തിലെത്തിയെങ്കിൽ മാത്രമേ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അവിടെ കൈകാര്യം ചെയ്യാനും സംസാരിക്കാനും ആളുണ്ടാവും എന്നുള്ള വിശ്വാസം സാധാരണക്കാരായ ജനങ്ങളിലുണ്ട്. മതേതരത്വം സംരക്ഷിക്കുക, അതേപോലെ തന്നെ ജനാധിപത്യം സംരക്ഷിക്കുക, നമ്മളുടെ ഭരണഘടന നിലനിർത്തുക എന്നുള്ളതെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രകടനമായിരിക്കും നമ്മുടെ മാവേലിക്കരയിലും ആലപ്പുഴയിലും മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും 8 വർഷമായി കേരള ജനത നേരിടുന്ന ദൈനംദിന വെല്ലുവിളികളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്ന് കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇത്തവണയും വിജയിക്കുമെന്നും രാജീവ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളീയ
ജീവിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ദൈനംദിന ജീവിതം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണികൾ, ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് വരണമെന്ന് നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രകടനമായി പല ബൂത്തുകളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള വമ്പിച്ച പോളിംഗ് ഈ കുട്ടനാട് പല ബൂത്തുകളിലും കാണാനായിട്ടുണ്ട്. കുട്ടനാടിനെ സംബന്ധിച്ച് അവരുടെ MP ചെയ്ത പ്രവൃത്തികൾ കഴിഞ്ഞ 5 വർഷക്കാലം കർഷകർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ഈ നാട്ടിൽ അദ്ദേഹം നിത്യം നടന്ന് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. കുട്ടനാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷം കൊടുക്കുന്ന സുരേഷിന് ലഭിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഭൂരിപക്ഷത്തിൽ കൊടുക്കുന്ന സുരേഷ് വിജയ ശ്രീലാളിതനെ പാർലമെൻറ്റിലെത്തി. ചങ്ങനാശ്ശേരിക്ക് സമീപം വെരൂർ കൂനന്താനത്ത് പലചരക്ക് സ്റ്റേഷനറി കടയിൽ തീപിടുത്തം. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവമുണ്ടായത്. 7 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ ഇസ്മായിൽ പറയുന്നു. കൂനന്താനം ജംഗ്ഷനിലുള്ള മിഠായി ഇസ്മായിൽ എന്ന് വിളിക്കുന്ന മുണ്ടേട്ട് ഷാഹുൽ ഹമീദിന്റെ കടയിലാണ് തീപിടുത്തമുണ്ടായത്. TV, മോട്ടോർ പമ്പ് ഉൾപ്പെടെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനം കൂടിയാണിത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാത്രി കടയടച്ച് ഷാഹുൽ ഹമീദ് വീട്ടിലെത്തിയ ശേഷമാണ് തീപിടുത്തമുണ്ടായത്. പലചരക്ക് അതുപോലുള്ള സ്റ്റേഷനറി സാധനങ്ങളെ രേഖകളെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രൂപയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആവശ്യത്തിന് വേണ്ടി അപ്പം പണം കരുതി വെച്ചതുൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട വഴിയാത്രക്കാരാണ് വിവരം ഷാഹുൽ ഹമീദിനെ അറിയിച്ചത്. തുടർന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. 7 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഷാഹുൽ ഹമീദ് പറഞ്ഞു. കെട്ടിടത്തിന് ബലക്ഷയവും സംഭവിച്ചിട്ടുണ്ട്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടി കയറി. 10,000ങ്ങളെ സാക്ഷി നിർത്തി വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ കൊടി ആശീർവദിച്ചുയർത്തിയതോടെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. രാവിലെ 5:45 പ്രധാന അൾത്താരയിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം പൊൻവെള്ളി കുരിശുകളുടെയും മെഴുകുതിരികളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ വിശ്വാസസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു ആശീർവദിച്ച കൊടി മുകളിലേക്ക് ഉയർന്നത്. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ വർഗീസ് പുത്തൻപുര, ഫാദർ ജേക്കബ് ചെത്തിപ്പുഴ, ഫാദർ വർഗീസ് മതിലകത്തുകുഴി, ഫാദർ ആന്റണി ചൂരവടി, ഫാദർ ഏലിയാസ് കരിക്കണ്ടത്തിൽ, ഫാദർ സേവ്യർ വെട്ടിത്താനം, ഫാദർ ജോസഫ് കാമിച്ചേരി, ഫാദർ സെബാസ്റ്റ്യൻ മനയത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP, തോമസ് കെ തോമസ് MLA, LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരുനാളിൽ പങ്കെടുക്കാനായി തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പള്ളിയിലെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഏറെയും എത്തുന്നത്. ഇവരെ കൂടി കണക്കിലെടുത്ത് തമിഴിലും തമിഴ് സീറോ മലബാർ ക്രമത്തിലും കുർബാന നടക്കും. പ്രധാന കവാടത്തിൽ മെയ് 3-നാണ് തിരുസ്വരൂപ പ്രതിഷ്ഠ. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 7-നാണ് പ്രധാന തിരുനാൾ. 40 വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന അങ്കണവാടി ടീച്ചർക്ക് നാടിന്റെ ആദരവ്. നെടുമുടി പഞ്ചായത്ത് തെക്കേമുറി 115 നമ്പർ അങ്കണവാടിയിൽ ദീർഘകാലം അധ്യാപികയായിരുന്ന മറിയക്കുട്ടിക്കാണ് ആദരവ് നൽകിയത്. നെടുമുടി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ ജയവിഹാറിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് പൊതുപ്രവർത്തകൻ ജോസഫ് താമരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KG മധുസൂദനൻ അധ്യക്ഷനായി. അവരുടെ സ്നേഹവും കരുതലുമൊക്കെ നേടി ഈ ജീവിതത്തിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്യുന്ന മറിയക്കുട്ടി ടീച്ചറിന് എൻ്റെയും 7-ാം വാർഡിലെ സ്നേഹനിധികളായ ഓരോരുത്തരുടെയും ആശംസകൾ അർപ്പിക്കുകയാണ്. ജീവിതത്തിൽ തുടർന്നുള്ള നാളുകളിൽ
സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗം അനിത ശങ്കർ സ്വാഗതം പറഞ്ഞു. മുൻ BDO രാമചന്ദ്രൻ, ഷെറീന എന്നിവർ സംസാരിച്ചു. മറിയക്കുട്ടി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കൈനഗിരി തോട്ടുപാത്തല ശ്രീ വേദമംഗലം കുറുപ്പശ്ശേരി ദേവീക്ഷേത്രത്തിൽ ഭദ്രാഭഗവതിയുടെയും ഉപദേവതമാരുടെയും പ്രതിഷ്ഠാകർമ്മം വെള്ളിയാഴ്ച നടന്നു. രാവിലെ 8:35-നും 9:15-നും മധ്യേ തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ സുജിത് തന്ത്രികളുടെയും മേൽശാന്തി രാകേഷ് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പ്രതിഷ്ഠാ ദിനമായ ഏപ്രിൽ 26 വെള്ളിയാഴ്ച പുലർച്ചെ 5:30-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഗുരുപൂജ, നവശക്തി ഹോമം, ഉഷപൂജ, ബിംബാലങ്കാര പ്രദക്ഷിണം എന്നീ ചടങ്ങുകൾക്ക് ശേഷം പുത്തൻപറമ്പിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ചു. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന ശേഷം 8:35-നും 9:15-നും മധ്യയായിരുന്നു പ്രതിഷ്ഠാകർമ്മം. പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം ക്ഷേത്ര സമർപ്പണ സമ്മേളനവും നടന്നു. മുഖ്യ രക്ഷാധികാരി PK പുരന്ദരൻ, രക്ഷാധികാരി S ഗോപാലകൃഷ്ണൻ, പ്രസിഡന്റ് പ്രമോദ് കുമാർ, വൈസ് പ്രസിഡന്റ് സജിമോൾ സജീവ്, ജനറൽ കൺവീനർ സതീശൻ മണ്ണാന്തറ, ചെയർമാൻ TK പുരുഷോത്തമൻ, സെക്രട്ടറി ഗിരീശൻ കണിയാമ്പറമ്പ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആഘോഷപൂർവമായ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ ഓർമ്മയ്ക്കായി കുഞ്ഞുങ്ങൾക്ക് വിയറ്റ്നാം പ്ലാവിൻ തൈകൾ സമ്മാനിച്ച് കേരള ലേബർ മൂവ്മെന്റ്. പുളുങ്ങുന്ന സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ശനിയാഴ്ചയായിരുന്നു പരിപാടി. 26 കുഞ്ഞുങ്ങൾക്കാണ് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ ഓർമ്മയ്ക്കായി 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി തേൻവരിക്ക പ്ലാവിൻ തൈകൾ KLM പുളുങ്ങുന്ന യൂണിറ്റ് സമ്മാനമായി നൽകിയത്. ശനിയാഴ്ച രാവിലെ 6:30-നുള്ള ആഘോഷമായ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ ടോം പുത്തൻകളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹൊസൂർ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പോഴിലിപ്പറമ്പിൽ പ്ലാവിൻ തൈകൾ കുട്ടികളുടെ കുടുംബത്തിന് നൽകി. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ സന്ദേശം ലോകത്തിന് നൽകുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച ആഘോഷപൂർവ്വമായി സ്വീകരിച്ച ഈ ദിവസം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയോട്, ഈ ലോകത്തോടൊക്കെയുള്ള നമ്മുടെ ആ പ്രതിജ്ഞാബദ്ധത പുതുക്കുകയും കൂടെയാണ്. ഈശോയുടെ സ്നേഹം ആണ് നമ്മൾ ഈ പ്രകൃതിയോടെ എല്ലാം അനുഭവിക്കുന്നത്. പക്ഷേ ലോകം അതിൻ്റെ ആ പ്രാധാന്യം, പച്ച മരങ്ങള്, അതുപോലെ പ്രകൃതിയെ സൂക്ഷിക്കേണ്ടത്, അതിൻ്റെയൊക്കെ പ്രാധാന്യം മറന്നു പോകുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ഈ പ്രധാന ദിവസം തന്നെ KLM പ്രവർത്തകർ ഇങ്ങനെ ഒരു ചെടി, വിയറ്റ്നാം പ്ലാവിൻ ചെടി, ആ ചെടി കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സന്ദേശം നൽകുകയാണ്. ജീവിത അവസാനം വരെയുള്ള കമ്മിറ്റ്മെന്റ് ആണ് വിശുദ്ധ കുർബാനയോടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രകൃതിയോടും പ്രകൃതി വിഭവങ്ങളോടും ആ ഒരു കമ്മിറ്റ്മെന്റ്, പ്രതിജ്ഞാബദ്ധത കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കണം. KLM ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ വരവുകാലായിൽ ആമുഖ പ്രസംഗം നടത്തി. ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി കുട്ടികളെ ഒരുക്കിയ സിസ്റ്റർ റോസ്മേരി CMC, സിസ്റ്റർ നിവ്യ CMC എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് കളത്തിവീട്ടിൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ ജ്യോതിസ് മരിയ CMC, ഫൊറോന കോർഡിനേറ്റർ നിജോ മാത്യു എന്നിവർ സംസാരിച്ചു. KLM സംസ്ഥാന സെക്രട്ടറി സണ്ണി അഞ്ചിൽ സ്വാഗതവും യൂണിറ്റ് കോർഡിനേറ്റർ സോബിച്ചൻ ജോസഫ് നന്ദിയും പറഞ്ഞു. തലവടി ഗണപതിപുരം മഹാഗണപതി ക്ഷേത്രത്തിൽ 15ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് വ്യാഴാഴ്ച തുടക്കമായി. രാവിലെ 7-ന് ഭദ്രദീപ പ്രകാശനം നടന്നു.
ക്ഷേത്രമേൽശാന്തി ശംഭു നമ്പൂതിരി, ഗോവിന്ദൻ നമ്പൂതിരി, യജ്ഞാചാര്യൻ പ്രഭാകര ശർമ്മ പതാരം എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശൂരനാട് വാസുദേവൻ പിള്ള, തെരിയൂർ ശ്രീജിത്ത്, കാടാമ്പുഴ ബിജു, പുരുഷോത്തമൻ തലവടി എന്നിവർ യജ്ഞ പൗരാണികരായി. ഒന്നാം ദിവസമായ വ്യാഴാഴ്ച വരാഹാവതാരം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ഭജൻ, നൃത്തനൃത്യങ്ങൾ, തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ നടന്ന ഉണ്ണിയൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. സമാപന ദിവസമായ മെയ് 1 വൈകിട്ട് അവഭൃത സ്നാനം നടക്കും. ഉപദേശക സമിതി പ്രസിഡന്റ് ശരത് ശശി രാമചേരിൽ, സെക്രട്ടറി ആനന്ദകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് പ്രസീത, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.